എറണാകുളത്ത് മേജർ രവി സ്ഥാനാർത്ഥിയായേക്കും. BJP നേതൃത്വം മേജർ രവിയുമായി ചർച്ച നടത്തി. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ സരസുവിനെ പരിഗണിക്കുന്നുണ്ട്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനും BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറും പരിഗണനയിലുണ്ട്. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇനിയിപ്പോൾ വച്ച് നീട്ടാൻ സാധിക്കില്ല, കാരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കൂടിയായിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ പ്രകാരം മറ്റ് ചില പാർട്ടിയിൽ നിന്നൊക്കെയുള്ള പ്രമുഖർക്കായി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഈ സീറ്റുകൾ എന്നതായിരുന്നു വാർത്തകൾ. പക്ഷേ ഇനിയിപ്പോൾ അതിൽ നിന്ന് കാത്തിരിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊക്കെ പേരുകൾ പരിഗണനയിലുണ്ട്? ആ പേരുകൾ എപ്പോൾ പ്രഖ്യാപിക്കപ്പെടും? അനുജ, എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനെ തുടർന്നാണ് എത്രയും വേഗം ഈ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കങ്ങളിലേക്ക് NDA കടക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായി എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് NDA ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മേജർ രവിയുമായി BJPയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനോട് വിമുഖത പ്രകടിപ്പിച്ച മേജർ രവിയെ പിന്നീട് K സുരേന്ദ്രൻ നേരിട്ട് കണ്ടും ഫോണിൽ വിളിച്ചുമൊക്കെ അനുനയം നടത്തി എറണാകുളത്ത് മത്സരിക്കണം എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയായിരുന്നു. എന്തായാലും അവസാന ഘട്ടത്തിൽ മത്സരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ തന്നെ എറണാകുളത്തെയും ആലത്തൂരിലെയും ഒക്കെ സ്ഥാനാർത്ഥികളെ NDA പ്രഖ്യാപിച്ചേക്കും. എന്തായാലും എറണാകുളത്ത് മേജർ രവി തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യത്തോടു കൂടി തന്നെയാണ് മേജർ രവിയെ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഒപ്പം ആലത്തൂരിലേക്ക് വന്നാൽ ആലത്തൂരിൽ വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. അന്ന് 2019 ഇവർ കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ SFI കുഴിമാടമൊരുക്കി യാത്രയപ്പ് നൽകിയതൊക്കെ അന്ന് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവരെ ദേശീയ പട്ടികജാതി വകുപ്പ് കമ്മീഷനിലേക്ക് അംഗമായൊക്കെ BJP ശുപാർശ ചെയ്യുന്നുമുണ്ട്. അതിന്റെ നടപടികൾ അന്തിമഘട്ടത്തിലിരിക്കെയാണ് ഇപ്പോൾ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു നീക്കം കൂടി നടക്കുന്നത്. TN സരസുവും ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ രണ്ടുപേരുടെ പേരാണ് പരിഗണനയിലുള്ളത്. അവിടെ കുമ്മനം രാജശേഖരനുമൊപ്പം BJPയുടെ കൊല്ലം ജില്ലാ അധ്യക്ഷനായ BB ഗോപകുമാറുമാണ് സംസ്ഥാന നേതൃത്വം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിലാരെങ്കിലും തന്നെ കൊല്ലത്ത് മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമതൊരു പേരിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും എറണാകുളവും ആലത്തൂരും പാലക്കാടും അത് ആ 3 സീറ്റുകളിലേക്കുമുള്ള പ്രഖ്യാപനം ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. BJPയുടെ 3 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകും. പ്രമുഖരുടെ പേരുകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്.